ഇതുവരെ കാണാത്ത മമ്മൂട്ടി, പുതിയ പുതിയ മമ്മൂട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. കൊടുത്ത ഹൈപ്പിനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതായത് ഒരു ഹൈപ്പും ഇല്ല, ഇറക്കി അതിന് കാണാൻ മാത്രമേ ഉള്ളൂ. ജനുവരിയിൽ ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ്. നോർമലായിട്ട് പോയി കണ്ട നല്ല പോലെ ഇഷ്ടപ്പെടും. ചിത്രമാണ് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു മമ്മൂട്ടി കമ്പനിയുടെ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ പറ്റും. വെൽക്കം ബാക്ക്. സൈലന്റ് ബ്ലോക്ക് ബസ്റ്ററായി വന്ന ASI ജോർജ് മാർട്ടിന്റെ കണ്ണൂർ സ്ക്വാഡിന് ശേഷം സീറോ പ്രൊമോഷനുമായിട്ട് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം വരുന്നു. സാക്ഷാൽ GVMന്റെ ആദ്യ മലയാള സിനിമ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് CA ഡൊമിനിക്കായി മമ്മൂക്ക എത്തുന്ന കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഇത്തവണത്തെ മമ്മൂക്ക സർപ്രൈസ് എന്താണെന്ന് കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ ഡൊമിനിക് റിവ്യൂ ചെയ്യും. എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പകരം വെക്കാൻ ആളില്ലാത്ത നടൻ മമ്മൂട്ടി. ഇനി മമ്മൂട്ടിക്ക് പകരം ഒരു മമ്മൂട്ടി ഇല്ല. ലോക സിനിമയിലെ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അസാധ്യമായിട്ടുള്ള അഭിനയമാണ് ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഓരോ സിനിമയിലും പുതിയ 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 അഭിനയ ശൈലികളുണ്ട്. ഇതുവരെ കാണാത്ത മമ്മൂട്ടി, പുതിയ പുതിയ മമ്മൂട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് പറയാനുള്ളത്, പക തോന്നിയിട്ട് കാര്യമില്ല, പകരം വെക്കാൻ ആളില്ല. ആ ഒരു രീതിയിലേ പോകുള്ളൂ. നമ്മൾ ആ കണ്ടിട്ടുള്ള ആ സംഭവങ്ങളിലൊക്കെ പോകുള്ളൂ. എനിക്ക് തോന്നിയതാണ് ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു മറ്റൊരു പോലീസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു കുറച്ചും കൂടെ മാസമായിരുന്നു. ക്ലൈമാക്സ് സൂപ്പർവായിട്ടുണ്ട്. നമ്മളാരും അങ്ങനെ പ്രതീക്ഷിക്കില്ല. ആദ്യത്തെ ഒരു ഇന്റർവ്യൂവിൽ വരെ വലിയ ഇത്തിരി പിടിച്ചിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഒരു സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്രയ്ക്ക് ഒരുപാടൊന്നും വലിയ സംഭവമായിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു പിടിച്ചിരുത്തുന്നുണ്ട് പടം. നമ്മളങ്ങനെ വലുതായിട്ട് ബോറടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻസ് എന്തായാലും കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ മാസമായിട്ട് പോയേനെ പടം. ഫണ്ണാണ്. ഇന്റർവെൽ വരെ കുഴപ്പമില്ല. ഒരു മീഡിയം ടൈപ്പ് ഫണ്ണൊക്കെ. ഭയങ്കര സംഭവം എന്ന് പറയാനുണ്ടോ? ഒരു സൈലന്റ് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഒരു സ്ലോ പേസ് മൂവിയാണ്. ഗൗതം മോഹനൻ മൂവി അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു മൂവിയാണ്. ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് ഉണ്ട്. അത് കൊള്ളാം. ചേട്ടാ നല്ല പടമായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, മമ്മൂക്കയുടെ ചില കോമഡീസ് ഉണ്ട്. പിന്നെ പുള്ളി നല്ല ലുക്കായിരുന്നു. ഇപ്പോഴും ഒരു കഴിഞ്ഞ പോലെ 73 ആളാണ്, ഇപ്പോഴും നല്ല ലുക്കായിട്ടിരിക്കുന്നത്. പിന്നെ ഗൗതം വാസുദേവന്റെ ഒരു ചെറിയ ഇതായിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് ചേട്ടാ, നമുക്ക് ടൈം പാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മമ്മൂക്ക് ഗോൾഡ് സുരേഷായിട്ടുള്ള കോമ്പിനേഷൻ ഗംഭീരമായിരുന്നു. അത്യാവശ്യം നല്ല പടം. തിയേറ്റർ മസ്റ്റ് ആണോ? വർക്കാവും? അത്യാവശ്യം ഫാൻസൊക്കെ ഇഷ്ടപ്പെടും. നല്ല പടം. സർപ്രൈസ് ആയിട്ട് വന്നൊരു ഹിറ്റ് ആണോ? സർപ്രൈസ് ഹിറ്റ് വെച്ചാൽ നമ്മൾ കണ്ടു പറഞ്ഞ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മമ്മൂക്ക് ഒരു രക്ഷയില്ല. കിടില സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. ഈ പ്രായത്തിലും ഒക്കെ ഭയങ്കരമായ അഴിഞ്ഞാട്ടം കാര്യങ്ങളൊക്കെ. ഗൗതം വാസുദേവന് അല്പം കൂടെ അപ്ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കണ്ടു പറഞ്ഞ സെയിം കഥകൾ തന്നെ എടുത്തിരിക്കുന്നത്. അതിനെ ഒരു ഇൻസ്പയർ ആക്കിയിട്ടൊക്കെ എടുത്ത ഡിസ്റ്റിങ് കാര്യങ്ങളൊക്കെ പോലെ വെച്ചിരിക്കുന്നത്. അത് മാറ്റി നിർത്തിയ ഒരു ക്ലീൻ നല്ലൊരു പടം തന്നെയാണ്. ഭയങ്കരമായ ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. കൊടുത്ത ഹൈപ്പിനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതായത് ഒരു ഹൈപ്പും ഇല്ല, ഇറക്കി അതിന് കാണാൻ മാത്രമേ ഉള്ളൂ. സൂപ്പർ പടം, അടിപൊളി പടം. അടിപൊളി ബ്രോ. ടോട്ടലി എങ്ങനെയുണ്ട്? ഒരു വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ നമ്മള് വലിയ പ്രതീക്ഷ ഇല്ലാതെ വന്ന, പക്ഷേ നല്ല മൂവിയാ. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓവറോൾ നല്ല മൂവി തന്നെ. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ആസ് യൂഷ്വൽ നല്ല പോലെ പെർഫോം ചെയ്തു. പിന്നെ ഇതിലൊരു ആക്ട്രസ് ഉണ്ട്, ഒരു ഡാൻസറായിട്ട്. ആ പുള്ളിക്കാരി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ഡയറക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇവര് കൊടുത്ത ഹൈപ്പ് പോലെ വലിയ ട്വിസ്റ്റും ടേണൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു നോർമലായിട്ട് പോയി കണ്ട നല്ല പോലെ ഇഷ്ടപ്പെടും. നമ്മള് വലിയ ഹൈപ്പ് ഇല്ലാണ്ടാ വന്നത്, പക്ഷെ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായ പടം. ഗൗതം വാസുദേവനോ മാജിക് അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഒരു പടം, അത്രേ ഉള്ളൂ. അപ്പൊ തുടരും ക്ലാസ് മാറ്റിയതോട്ട് വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട്? നന്നായി തുടരും നല്ല പടം ആവുകയാണെങ്കിൽ ഇത് ക്ലാസ് വെച്ചിരുന്നെങ്കിൽ രണ്ടും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഹൈ ലെവൽ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. പ്രതീക്ഷ സാധനത്തിനേക്കാളും അപ്പുറം കിട്ടിയിരിക്കുന്നു. നല്ല സൂപ്പർ പടം. നമുക്ക് ജനുവരിയിൽ ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ്. സൂപ്പർ ഹിറ്റ്. അടിപൊളി എന്ന് വെച്ചാൽ ഗൗതം വാസുദേവ മേനന്റെ എന്താ പറയുക, മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം. മമ്മൂട്ടി കമ്പനി ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാലോ, റഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, ടർബോ, അങ്ങനെ ഇപ്പം എന്താ ഈ സിനിമയും മാറി. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു മമ്മൂട്ടി കമ്പനിയുടെ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ പറ്റും. എങ്ങനെയാണ്? സ്ലോ പേസിൽ പോകുന്നോണ്ടാണോ അതോ? അല്ല, സ്ലോ പേസ്ഡ് അല്ല. സെക്കൻഡ് ഹാഫാണ് അതിന്റെ ഒരു കഥയും കാര്യവും ട്വിസ്റ്റൊക്കെ വരുന്നത്. അത് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു ഹിറ്റ്. ഏറ്റെടുക്കും തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. അടിപൊളി. അവസാനത്തെ 20 മിനിറ്റ് കിടിലം. സൈലന്റ് ഹിറ്റ്, സൂപ്പർ പടം. ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ? ത്രില്ലടിപ്പിച്ചു. അവസാനത്തെ 20 മിനിറ്റ് കിടിലം. ലാസ്റ്റ് ഒരു സീനുണ്ട്, കുറെ സ്പോയിലേഴ്സ് ഉണ്ട്, നമ്മൾ പറയായിരുന്നു. ലാസ്റ്റ് ഒരു സീനുണ്ട് ചേട്ടാ, കിട്ടില്ല. ഒരു ഫാൻ ബോയ് രീതിക്ക് കിടുമെന്ന് വെച്ചാൽ വൻ കിടും.
നമ്മൾ വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലാതെ വരുന്നോണ്ട് എങ്ങനെയാണ് കണ്ടപ്പോൾ ഒരു സർപ്രൈസ് സാധനം അങ്ങനെ പ്രതീക്ഷിക്കാനുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ യൂഷ്വൽ ത്രില്ലർ പോലെ അല്ല, കോമഡി ഒക്കെ ഉണ്ട്. എനിക്ക് ഇരുന്ന് ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വർക്കായോ? ടോട്ടലി എങ്ങനെ ഒരു തിയേറ്റർ ഒരു ബ്ലോക്ക് ബസ്റ്റർ തിയേറ്റർ വാച്ചിന് അങ്ങനൊന്നും എനിക്ക് പറയാറില്ല. നല്ല മൂവിയാണ്. എല്ലാരും ഒരു സൈലന്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞു. പടം കൊള്ളാം, നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ഇന്ന് പറ്റുള്ള ഒരു കുറെ കണ്ട് മടുത്ത ഇൻവെസ്റ്റിഗേഷൻ പടത്തിൽ നിന്നൊക്കെ വലിയ ആർഭാടവും ചേസിങ്ങും ആക്ഷനും ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. ഞെട്ടി പിടിച്ചിരുന്ന ടിസ്റ്റും കൊള്ളാം. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് നമ്മൾ എന്താവും നമുക്കൊരു ഇതുണ്ട്, ജിജ്ഞാസയാണ്. കൊള്ളാം, സൂപ്പർ. ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന പടമാണ്. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ പോയതല്ല, എന്നാലും നമുക്കൊരു ഓക്കെ വാച്ചാണ്, കണ്ടിരിക്കാം. പിന്നെ ക്ലൈമാക്സ് എടുപ്പിച്ച് വരുന്ന ഒരു പടത്തിന്റെ ഐശ്വര്യ രാജേഷിന്റെ മൂവിന്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. പിന്നെ മമ്മൂക്ക ആസ് യൂഷ്വൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. GVMന്റെ തുടക്കമെന്ന നിലയിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ല. മലയാളത്തിലുള്ള ഫസ്റ്റ് അല്ലേ പുള്ളി കണ്ട, അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കോമഡി ലൈൻ വിളിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല, അതെങ്ങനെ വർക്കായോ? വർക്കായെന്ന് വെച്ചാൽ ചിലടത്ത് കുറെ ഡിഫക്ട്സ് ഉണ്ട്. അതെനിക്ക് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഇതല്ലേ മലയാളത്തിൽ, അതിന് കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ വാച്ചാണ്, കണ്ടിരിക്കാം. പക്ഷെ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ചോദിച്ചാൽ അത്ര വന്നിട്ടില്ല. മമ്മൂട്ടി കമ്പനീൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും ഇത് നമുക്ക് കണ്ടിരിക്കാം, അധികം ക്ഷീണമില്ല. കൊടുത്ത ഹൈപ്പിനുള്ളതുണ്ട്. ഹൈപ്പ് എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ഒരു മീഡിയം ലെവലിൽ പോകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും എനിക്ക് വലിയ ഹൈപ്പായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, തുടരും ക്ലാഷ് മാറ്റി വെക്കേണ്ട ലെവലിൽ ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അത് വന്നാലും ഇത് ക്ലാഷിനുള്ള ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. ബ്ലോക്ക് ബസ്റ്റർ അതായത് ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാള ചിത്രം തന്നെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. പിന്നെ മമ്മൂട്ടി കമ്പനി എന്നുള്ള ആ ബ്രാൻഡിന്റെ ഇതിൽ എന്നും തികച്ചും വ്യത്യസ്തമായ ചിത്രങ്ങൾ തന്നിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കൊരു വ്യത്യസ്തമായ ഒരു തീം ഈ പടത്തിൽ തരുന്നുണ്ട്. ഫുൾ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, എല്ലാവർക്കും കിടിലായിട്ടൊന്ന് കാണാനുള്ള, ആസ്വദിച്ച് കാണാനുള്ള. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല. ട്രെയിലർ കണ്ടിട്ട് എന്തോ ഒരു നനഞ്ഞ പടക്കാവാതിരുന്നാൽ മതി എന്നുള്ളൊരു പ്രതീക്ഷയെ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ സിനിമയുടെ ഔട്ട്കം വന്നിട്ടുണ്ട്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. സിനിമ തുടങ്ങി പിന്നെ കുറച്ചൊരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു സ്ലോ പേസ്ഡാണ് ഇതിൻ്റെ കഥ ഇങ്ങനെ പോകുന്നത്. അപ്പം അത് മാത്രമേ ആയിരിക്കും, അത് എല്ലാ പ്രേക്ഷകരും അതെങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. അത് മാത്രമല്ല റാൻഡമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞിങ്ങനെ പോകും. അപ്പം നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ്, ഇതെന്തിനാണ് ഇങ്ങനെ. അവസാനം ഇങ്ങനത്തെ ഒരു കഥകളാകുമ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും കൂടെ ഒരു ചരലിൽ ചേർത്ത് അവസാനം കൊണ്ടിങ്ങനെ വരും. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കൊണ്ട് വന്നെത്തിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ടെസ്റ്റുകൾ എന്നെ സംബന്ധിച്ച് അതൊരു ടെസ്റ്റ് തന്നെയായിരുന്നു. കാരണം ഞാനത് ആ ഒരു രീതിയിൽ ഒരു പ്രേക്ഷകരുടെ രീതിയിൽ ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ് തോന്നണമെന്നില്ല, അതൊരു പെർസ്പെക്റ്റീവാണ്. പെർസ്പെക്റ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കോമഡി ഇൻവെസ്റ്റിഗേഷൻ അല്ല കോമഡി അല്ല, നല്ല രീതിയിൽ കോമഡി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ട് പൊട്ടിച്ചിരിച്ച് അങ്ങനെ ആർത്തുല്ലസിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. പുള്ളിയുടെ ഓരോ കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ട്, അതിലാണ് ആ ഒരു കോമഡീസ് വർക്കാവുന്നത്. കാരണം അത് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം അത് എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് അവർക്കൊരു രസം കൊല്ലിയായി പോകും. ഇതെങ്ങനെയാണ് അത് വളരെ മനോഹരമായിട്ട് രീതിയിലാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടറെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. സൈലന്റ് ആയിട്ട് വന്നിട്ട് ഹിറ്റ് അടിച്ചെന്ന് പറയാനുണ്ടോ? കണ്ണൂർ സ്ക്വാഡൊക്കെ പോലെ ആ ഒരു ലെവൽ കണ്ടിറങ്ങി. ആ ഒരു ലെവൽ എനിക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷെ കൊള്ളാം, പടം ഓവറോൾ അടിപൊളിയാണ്. അതുകൊണ്ടാണ് വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ വന്നതാണ്. പിന്നെ നല്ല എൻഗേജിങ് ആണ്. ഇടയ്ക്ക് എന്തോ ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാളം ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഒരു മിസ്സിങ് പോലെ തോന്നി. ഓവറോൾ അടിപൊളി, നല്ല സിനിമ. എന്താ പറയാ, മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ല എൻഗേജിങ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക. ഒരു തവണ പോലും ബോറടിച്ചില്ല. അതിന്റെ മേക്കിംഗ് ആണെങ്കിലും നല്ല രസമുണ്ട്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ കണ്ടോ? ഇത് മമ്മൂട്ടി തന്നെ, ഇതുവരെ കാണാത്ത മമ്മൂട്ടി എന്നുവെച്ചാ ഫണ്ണുണ്ട് മൂവിയില്. എന്താ പറയാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ഗംഭീര പടം. നമ്മൾ ഗൗതമേൻ്റെ ഒരുപാട് തമിഴ് പടമൊക്കെ കണ്ട് ശീലിച്ചവരാണ്, ഇല്ലേ? വേട്ടയാട് വിളയാട് ഒരുപാട് പടം കണ്ട് ഹിറ്റാക്കിയവരാണ്. പക്ഷെ മലയാളത്തിൽ ഒരു പടം പുതിയ എന്ത് ചെയ്യുന്നു മലയാളികൾക്കൊരു ആകാംക്ഷ ഉണ്ട്. അതും മമ്മൂക്കയെ വെച്ചാണ് ചെയ്യുന്നത്, മനസ്സിലായി? അതിൻ്റെ ഒരു ക്വാളിറ്റി ആ പടത്തിൽ ഉടനീളം ഉണ്ട്. ആദ്യ പകുതിയിൽ ഹ്യൂമറസ് ആയിട്ടാണ് പോകുന്നത്, രണ്ടാമത് സീരിയസ് ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മളാരും വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സാണ്. നന്നായിട്ട് ഇതൊരു നായികയും നന്നായിട്ടുണ്ട്. മമ്മൂക്ക ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവ് ഏജൻസിയായിട്ട് തകർത്ത് വാരിയിട്ടുണ്ട്. ഗൗതം മേനോന്റെ സംവിധായക മികവ് ഓരോ ഫ്രെയിമിലും കാണാം. നല്ല ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണോ? അതുവരെ കാണാത്ത, അതാണ് ഡയറക്ടറാണ്. ആ ഡയറക്ഷൻ നമുക്ക് നമ്മളെ ഈ രീതിയിൽ
കാണാൻ വലിയ പ്രയാസമാണ്. തകർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടം? കൊള്ളാം. കുറച്ച് എൻഗേജിങ് ആണ്. ആ, നല്ല പ്രതീക്ഷ ഒരു സർപ്രൈസ് ഹിറ്റ് എന്നൊക്കെ പറയാനുണ്ടോ? സർപ്രൈസ് ആണ്, അത് നമ്മൾ പ്രതീക്ഷിക്കൂല. അത് ഇന്നതാണ് സംഭവം എന്ന് നമ്മൾ മമ്മൂട്ടി കമ്പനിയുടെ ഒരു പടം കാണാൻ വരുന്നവർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് തന്നെയാണ് റിവ്യൂവിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.